ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ പെരുന്നാൾ പ്രിപ്പറേഷൻ ഡേ എൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ തന്നെ പെരുന്നാൾ വീഡിയോയും തിരുത്തന്നെ ഉണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ നാളെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണോ ചിക്കൻ അറിയില്ല. അങ്ങനെ പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുതിയ പഠിച്ച ശീലമാണ്. നമ്മൾ ഈ തൈര് ഇത് വാങ്ങിക്കൽ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ തൈര് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ തൈര് കുട്ടി ചോറിനിൽ ഞാൻ പുതിയത് പഠിച്ചൊരു ശീലമാണ് ഇപ്പോൾ. പിന്നെ കുറച്ച് ബിരിയാണി അരി ഉണ്ട്, മല്ലിയിലുണ്ട്, പച്ചമുളകുണ്ട്, ബിരിയാണി മസാല ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ എന്തായാലും നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ ചോറ്, മോരുകറി, ബീഫ്, പിന്നെ ബീഫ് വരട്ടിയത്, പിന്നെ പയറുപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് പലരും എല്ലാവരും കുറേ പ്രേക്ഷകർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തൊരു ബിരിയാണി വെച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ ബിരിയാണി വെക്കണം. നമ്മൾ ശരിക്കും മോരുകറിയും ബീഫ് വരട്ടിയതും പയറുപ്പേരിയും ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറേ പണിയും കൂടുതലാണ്. ബീഫ് ബിരിയാണി കുറേ ഒറ്റയടിക്ക് നമുക്ക് ടപ്പേന്നാവണ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ രാവിലെ നീക്കുമ്പോൾ ഒരുപാട് ജോലി ഇല്ലാതിരിക്കാൻ നമുക്ക് ബീഫൊക്കെ മുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കാനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണത്. നമുക്ക് ഡ്രസ്സും തയ്ക്കാനുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ വെട്ടി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പണിയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇൻവോളാണ് കേട്ടോ നമ്മൾ പെരുന്നാൾ ഷോപ്പിംഗ്. പൈസ എൻ്റെയാണ് ഇത് ഓളെ പൈസ അല്ല, ഇതിൻ്റെ പൈസയാണ്. നമ്മുടെ പെരുന്നാൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇന്നുമോളായിരുന്നു. ഇന്നുമോൾക്ക് ഇനി അടുത്ത ഡ്യൂട്ടി എന്താണ് ഇന്നുമോളെ? മൈലാഞ്ചി ഇന്നുമോൾക്ക് ഇപ്രാവശ്യം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വിടല്ലേ എന്നിട്ട് ഇത് ഇട്ടൂട്, വേഗാവട്ടെ. കുറേ നേരമായി കുട്ടികൾ കാത്തിക്കുന്നു. സായിക്കുട്ടിയെ അനക്കത് പെരുന്നാളിട്ട് പണിയൊന്നുമില്ലേ? എന്ത് ഇവരെ രണ്ടുപേരെ കൈമേ മൈലാഞ്ചി കേട്ടോ. നിന്റെ മൈലാഞ്ചി കാണിച്ചേ, ഇത് മറ്റേത് കാണിച്ചേ നോക്ക്. ഇവളുടെ ഈ കയ്യിലൊക്കെ മൈലാഞ്ചി ഉണ്ട്. ഇനി തൻ്റെ കാണിച്ച അത് സ്റ്റെൻസിലാണ് കേട്ടോ. ഇവരെ രണ്ടുപേരെ കൈമിൽ മൈലാഞ്ചി ഉണ്ട്. ഇനി ഇവളുടെ ഈ ഒരു കൈ മാത്രം ബാക്കി. ഇതിന്മേലാണ് മൈലാഞ്ചി ഇടാൻ വന്നിട്ടുള്ളത് അല്ലേ? അതല്ലേ കാണട്ടെ മൈലാഞ്ചി ഇട്ടത്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്. ഇന്നുമോളെ പൊളിച്ചുട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ നിനക്ക് സന്തോഷമില്ലാത്തേ? സന്തോഷായാ? ഇതാണ് ഇവിടെ മൈലാഞ്ചി. ഇത് അതിലേറെ പൊളിച്ചല്ലോ. ഓ നല്ല ഭംഗിയുണ്ട്. ഇന്നുമോളെ എനിക്കൊരു ഇതിലൊരു ഭാവി ഇട്ടിട്ടാ. മെഹന്തി ഡിസൈനിന് പോവാൻ നല്ല പൈസ ഉള്ള പണിയാണ്. ഞാൻ പോട്ടെ എല്ലാത്തിനും സാറേ. എവിടെ എഴുതി കൊടുക്കും അങ്ങനെ രണ്ടുപേരും മെഹന്തി കെട്ട്. രണ്ടുപേർക്ക് ഹാപ്പി ആയാ? ശരി എന്നാ ഓക്കെ. വെടിനോളവർ താത്തക്കൊന്നും ആയിക്കോട്ടെ. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മൾ വീട്ടിൽ പോകണില്ല കേട്ടോ. ശനിയാഴ്ച പെരുന്നാളാവും, പിന്നെ ഞായറാഴ്ച ഒരു ദിവസത്തെ അവധി ഉണ്ടാവും സ്കൂളിന്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഒന്നും നിൽക്കാനും സമയം ഉണ്ടാവില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ നെബിലൂട്ടി ഒന്നും ഉണ്ടാവും ചെയ്യില്ല. നെബിലൂട്ടി മങ്കടക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മാണ്ടും വാപ്പാണ്ടും ഇങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം നമ്മളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വാപ്പാക്ക് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഈവനിങ്ങിന് വാപ്പിയും ഇമ്മയും കൂടി പെരുന്നാളിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം നമ്മൾ ആ പെരുന്നാളിൽ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മൈലാഞ്ചിട്ടിലൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ ഉപ്മാവ് കഴിച്ചു, കുട്ടികളൊക്കെ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ഞങ്ങളൊരു ചായയും ഒക്കെ കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നാളെ രാവിലെ പെരുന്നാളല്ല, അപ്പോൾ രാവിലെ നീട്ടിട്ട് കുറച്ച് തിരക്കില്ലാതിരിക്കാൻ നമ്മൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ കഴുകി നല്ല മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇന്നുമോളാണ് ചെയ്യണത്. ഞാനിവിടെ ഡ്രസ്സ് തയ്ക്കുന്നതിൻ്റെ തകൃതിയായ പണിയിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എനിക്ക് തലേ ദിവസം ചെയ്യുമ്പോഴാണ് ഒരു ഉഷാർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും ഇന്നുമോൾക്കും കൂടി ചുരിദാർ അടിക്കണം. ഇപ്പോൾ സമയം രാത്രി ഏകദേശം ഒരു 8 മണിയായിരിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലിക്കുള്ള മസാലകളൊക്കെ ഇന്നുമോൾ പുരട്ടിയിട്ട് എടുത്തു വെക്കും എന്നാണ് ഇന്നുമോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ജോലി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പ്രാവശ്യം പെരുന്നാൾക്ക് നമ്മൾ ഇങ്ങനെ ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലി പൊരിച്ചതുമാണ് പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഹജ്ജ് പെരുന്നാളിന് നമുക്കൊരു പെരുന്നാളിൻ്റെ ഒരു ഫീല് കിട്ടൂലല്ലോ. നോമ്പ് പെരുന്നാളിനാകുമ്പോൾ നമ്മൾ നോമ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇങ്ങനെ പെരുന്നാളിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ്.
എന്നിട്ട് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇന്നുമോളും ഇങ്ങനെ ഗുജറാത്ത് ചുരിദാർ അടിക്കാൻ പോകണമെന്ന്. ഞാൻ ഇന്നലെ സെലക്ഷൻ ഒക്കെ ചോദിച്ചിട്ട് അമ്മ അടിച്ച ചുരിദാർ ഇതാണ്. അതാണ് ഞാൻ എൻ്റെ ഇന്നുമോളും കൂടി ഒരേ ടൈപ്പുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഡിഫറെന്റ് കളർ സെയിം പാറ്റേൺ ഡിഫറെന്റ്. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ്. നമ്മുടെ വീട്ടിലിരുന്ന ഡ്രസ്സ് അതാണ് ഭംഗിയുണ്ടല്ലേ. ഇന്നുമോള് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പം നമുക്കിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വലിയ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ രാവിലെ കുറച്ച് കുക്കിങ്ങും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ആ തിരക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് അതെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളാണ് എന്താ പറ്റിയ അത് ഈ ആശയങ്ങളൊക്കെ അന്ന ചാനൽ കാണിച്ചത് നമ്മുടെ ചാനലിൽ അച്ചടക്കത്തോടെ നല്ല വൃത്തിക്ക് നിൽക്കണം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കണ്ടുവരല്ലേ. കുറച്ച് വിശേഷങ്ങളുള്ളൂ. നമുക്കിന്ന് പെരുന്നാൾ കഴിക്കും ഇമ്മി വാപ്പയ്ക്ക് ഗസ്റ്റ് കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇമ്മി വാപ്പയിൽ നിന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. പെരുന്നാളിൻ്റെ അന്നേ ദിവസം രാവിലെ പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാലും ഉണ്ടാക്കിയാലേ. അതുപോലെ നമ്മൾ പുട്ടുണ്ടാക്കി. പിന്നെ അപ്പോൾ തന്നെ വേഗം ബിരിയാണിയും ഉണ്ടാക്കി ചിക്കനും പൊരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല വണ്ണം ഉച്ച സമയത്ത് നല്ല ബിരിയാണി കഴിച്ച് ഇച്ചിരി പായസം കുടിച്ചപ്പോൾ പിന്നെ കൺട്രോൾ വിട്ടിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങി കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം 4 മണിക്ക് എഴുന്നേറ്റത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് മുതലുള്ള വിശേഷങ്ങൾ കാണാം. നമുക്ക് കുറേ കുട്ടിപ്പട്ടാളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ എന്താണ് കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമുക്ക് പായസം കൊടുക്കാം. അപ്പം നമ്മൾ മെഗാ പാർട്ടിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഗ്ലാസ്സുകളായിരുന്നു. ഈ ഗ്ലാസ്സിൽ എന്തായാലും നമുക്ക് എല്ലാ കുട്ടിപ്പട്ടാളങ്ങൾക്കും കുറച്ച് പായസം കൊടുക്കാം കേട്ടോ. എന്താണ് ഇവനക്ക് പായസം ഒന്നും വേണ്ട. ഇവനക്ക് മറ്റേ ചിക്കൻ മതി. അപ്പോൾ നമ്മൾ നല്ല ഓരോ ഗ്ലാസ് എടുത്ത് വയ്ക്കുക. അമ്മ എന്തേ കാട്ടുന്നു. നല്ല പരിപ്പ് പായസമുണ്ട്. ഇനിയുണ്ടല്ലോ അത് പായസം നീ കുടിച്ചിട്ട് വാ. ഇനിയുണ്ടല്ലോ കുട്ടികള് ഇതന്നെ ഉള്ളു കുട്ടികൾ. അങ്ങനെ നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ പായസം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ താഴത്തുള്ള കുട്ടികൾക്കും പായസം കൊടുക്കാൻ വേണ്ടി താഴത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോഴാണ് എമ്മച്ചിയും വാപ്പയും ഉണ്ണിമോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ണിമോനക്ക് ഇന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പെരിന്തൽമണ്ണന്നാണ് ബസ്. അപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പായസം കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നുമോൾ ഇവിടെ നല്ല മൈലാഞ്ചിടലുണ്ട്. നിനക്കുണ്ട് പെരുന്നാൾ അന്ന? അന്നക്ക് പെരുന്നാളുണ്ടോ? അന്നെ പെരുന്നാളായിട്ട് മൈലാഞ്ചിടാൻ വേണ്ടി വന്നിരിക്കാം. അന്നക്ക് ഇന്നുമോളെ ഒരു പ്രാവശ്യം ഇട്ടെടുത്താലും മതിയാവില്ല കേട്ടോ. അന്ന് ഈ കൈ കഴിഞ്ഞ് ആ കൈയും ഇങ്ങനെ അന്നക്കുട്ടി മൈലാഞ്ചി ഇവിടെ കാണട്ടെ. ഓ അന്നക്കുട്ടി 2 കൈമല മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. അന്നക്കുട്ടിയുടെ പെരുന്നാൾ കളറായല്ലോ. എന്താ ഇഷ്ടപ്പെട്ടാ? ഭംഗിയുണ്ടോ? കാണാൻ ഭംഗിയുണ്ടോ? ഉണ്ടോ? ആ കാറ്റ് വെച്ചിരിക്കുകയാണല്ലേ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കൈ നീതുൻ്റെയാണ്. നീതു നല്ല പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. നീതുവിന് ഏതാ ഡിസൈനിങ്ങോ? ഞാൻ കണ്ടെത്തട്ടെ. നീതു നല്ല പ്രതീക്ഷ. ഇവിടെ ഇത്ര കുറേ കുട്ടികളുടെ കാരണം കൊണ്ടേ നമുക്കിവിടെ എപ്പോഴും ഒരു ഒച്ചയനക്കുള്ള പോലെ തോന്നിട്ടോ. വൈകുന്നേര സമയങ്ങളിൽ രാവിലെയൊക്കെ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഭയങ്കര നിശബ്ദതക്കാര്യം. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ നമ്മളെ കുട്ടികൾ വന്നിട്ട് നമ്മുടെ പെരുന്നാൾ നല്ല കളറാക്കി കേട്ടോ. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്കെല്ലാം ഇന്നുമോള് അത്യാവശ്യം കൈ നിറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടാ എപ്പോഴാണ് ഫ്ലൈറ്റ്? 6:30. ഉണ്ണിക്കുട്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അത് അന്നെ കാണാൻ വരുന്നുണ്ടെന്താ? ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. ആ ഓ എനിക്ക് വയ്യ. ഈ ഉണ്ണിമോനെ വീഡിയോയിൽ കാണിക്കാനുള്ള മടി. അവൻ്റെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണേ. ഉണ്ണിമോൻ ആരെ മോനാണ്? ഉണ്ണിമോൻ എങ്ങനെ സൗന്ദര്യം വെച്ച്? ഉണ്ണിമോൻ ആരാണ്? ഉണ്ണിമോൻ എങ്ങനെ സൗന്ദര്യം വെച്ച്? ഇത് മാത്രമേ ഉള്ളൂ അറിയട്ടെ. ഇവിടെ മൈലാഞ്ചിടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കയ്യിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ടല്ലോ.
അങ്ങനെ നമ്മൾ നീതുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടൽ കഴിഞ്ഞപ്പോൾ ഞാൻ നീതുവിനെ മുടി കെട്ടിത്തരട്ടെ എന്ന് ചോദിച്ചു. അവളിപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ മുടി ഇങ്ങനെ നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നുമോളും ഈ പ്രായത്തിൽ ഇന്നുമോൾക്കും കുറച്ചും കൂടി മുടി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇന്നുമോൾക്ക് അങ്ങനെ അരക്ക് താഴെ കുറേ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നുമോളുടെ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കുമായിരുന്നു ഈ പ്രായത്തിലൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ നീതുവിനെ വിളിച്ചപ്പോൾ നീതു വേഗം വന്നു. അവൾക്ക് മുടി കെട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇന്നുമോൾക്ക് ഞാൻ സ്ഥിരം കെട്ടി കൊടുക്കുന്ന ഹെയർ സ്റ്റൈൽ കേട്ടോ. ഞാനിത് കുറച്ച് തിരക്കിലായ കാരണം കൊണ്ട് ഞാനിത് വേഗം കെട്ടിയിട്ടുള്ളൂ. നമ്മളെ കുറേ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് ഈ ഹെയർ സ്റ്റൈൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുമെന്ന്. ഇനി ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം നീതുവിനെ വിളിച്ചിട്ട് ഞാനിത് ശരിക്കും വൃത്തിക്ക് ഞാൻ കാണിച്ചു തരട്ടെ കേട്ടോ. എനിക്ക് കുറച്ച് മുടിയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ മുടി കെട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ അവർക്ക് മുടിയൊന്ന് കെട്ടി കൊടുക്കും കേട്ടോ. എനിക്ക് പൊതുവേ ആൺകുട്ടികളെ കാട്ടിക്കും ഇഷ്ടം എനിക്ക് ഈ പെൺകുട്ടികളെ ഇങ്ങനെ നല്ല സുന്ദരികളാക്കി കൊണ്ടുനടക്കാൻ ഭയങ്കര രസമാണല്ലോ അല്ലേ. 3 പേര് കൈ കാണിക്കൂ, മേന്തിട്ട് കൈ കാണിക്കൂ. ഓ അന്നക്കുട്ടി ആദ്യം തന്നെ മൈലാഞ്ചിട്ട് കാരണം അന്നക്കുട്ടിക്ക് കുറേ കിട്ടിയിട്ടോ. ഇവർ രണ്ടുപേരും പിന്നെ വന്ന കാരണം കൊണ്ട് അവരെ മൈലാഞ്ചി കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. 3 മൈലാഞ്ചിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടോ? രസല്ലേ? ഓക്കെ കേട്ടോ. നമ്മൾ ഇത്ര നേരെ കുട്ടികളൊക്കെ ഇവിടെ ഉള്ള കാരണം കൊണ്ട് വാപ്പാനിമാനി മെയിൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി നമുക്ക് വാപ്പാനിമാനി കുറച്ച് മെയിൻ ചെയ്യട്ടെ. വാപ്പി മീൻ വരുമ്പോൾ കുറേ സ്വീറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് സ്വീറ്റ്സാ നോക്കട്ടെ? മെഷൂർ പാക്ക്. ഓ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തമ്പുരാനെ ഞാൻ തിന്നുന്ന ചാവൽ കുറച്ചാണ് കുറേ അതിലല്ല കുറേ സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ പിന്നെ എനിക്ക് ഒരു സാധനം കേട്ടോ. പിന്നെ നല്ല ഗുലാബ് ജാമുൻ ഉണ്ട്. ഇതൊരു കവറിലടി ഗുലാബ് ജാമുൻ ഇരിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കണം. മുറുക്കുണ്ട്. അടുത്തത് മുറുക്കുണ്ട് കേട്ടോ. നമ്മള് ചായക്ക് കടി നമ്മൾ എന്താ പറയാ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അപ്പയും കൊടുക്കുന്ന മുറുക്ക് ഇനി അപ്പാക്ക് തന്നെ കൊടുക്കാം. എന്നില്ല മോളെ നല്ല അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരു കട്ടൻ ചായ അടിക്കാം. നമ്മളങ്ങനെ നല്ല റെഡ് കളറ് ആദ്യം ഈ കളർ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് അല്ലേ? ആ മൺകളറ് വെച്ച് നല്ല ഗുജറാത്തിൽ നിന്ന് കൊടുത്ത സാരികളും എപ്പോഴും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമ്മളിട്ട് സാരി നമ്മുടെ ഗുജറാത്ത് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യമോളും അതെ ഗുജറാത്ത് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യമോളും ഗുജറാത്ത് കഴിഞ്ഞിട്ടില്ല. അതെ ചുരിദാർ ഷാൾ വന്നു അപ്പോഴത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ കട്ടൻ്റെ അടിക്കും. നമ്മള് ചായക്ക് പ്രത്യേകിച്ച് കടികളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം കുടിച്ചോണ്ട് പറ്റിക്കൊന്നും വേണമെന്ന് പറയും. പക്ഷെ ഒരു കരുതി ഒരു മുറുക്കൊടുന്നു അതോട് കടിയുണ്ടായി. സായിക്കുട്ടിൻ്റെ ചെവിയിൽ എന്തോ പ്രാണി പോയിത്രേ. അപ്പോൾ നമ്മൾ പ്രാണി ചെവിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുക മറ്റേ എണ്ണ ഒഴിക്കുകയൊന്നും ചെയ്യാതെ ചെവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെളിച്ചടിച്ചിട്ട് ശ്വാസം പിടിച്ച് നിന്നാൽ ചെവിൻ്റെ ഉള്ളിലേക്ക് പോയ പ്രാണി സ്വന്തമായിട്ടിട്ട് കയറി വരും. പക്ഷെ കുറച്ച് നേരം പിടിച്ച് നിൽക്കണം, അത്രയേ ഉള്ളൂ. കുറച്ച് നേരം പിടിച്ച് നിന്നിട്ട് നോക്കട്ടെ. അല്ല പ്രാണി ചെവി കൂടെ ഇങ്ങനെ വരും? പ്രാണി കയറി വരും. സായിക്കുട്ടി എന്നിട്ട് പ്രാണി പോയില്ലേ? പിന്നെ ഇപ്പം ഇനിയും ചെവിയിൽ മറ്റേ കിടികിടി പറയണത് നമ്മളെ പാറ്റെല്ലാം ചെറിയൊരു ഉറുമ്പ് അത് കയറി വന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓണാക്കാൻ ഞാൻ ഓണാക്കിയതാ വിചാരിച്ചത്. പക്ഷെ മറന്നുപോയി. എന്ത് സായിക്കുട്ടി സങ്കടം, പ്രാണിനെ കളഞ്ഞീനാ. അത് നമ്മൾ ചെവിയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളം ഒഴിക്കുക എണ്ണ ഒഴിക്കുക മാതിരി ആ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ചെവിക്ക് ഇങ്ങനെ ഇതുപോലെ ടോർച്ചടിച്ചിട്ട് ശ്വാസം ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പ്രാണി കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാണി ഇങ്ങോട്ട് വെളിച്ചം നോക്കിയിട്ട് പ്രാണികൾ വരും. അപ്പോൾ നമ്മൾ സായിക്കുട്ടി ചെവിയിൽ നിന്നുള്ള പ്രാണികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഗായ്സ്. എന്തേ പക്ഷെ സായിക്കുട്ടിക്ക് ഭയങ്കര സങ്കടം പ്രാണി പോയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് സിറ്റൗട്ടിൽ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു കേട്ടോ. വാപ്പ പിന്നെ കിടക്കാൻ പോയി. നമുക്ക് നാളെ നബിലൂട്ടി ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ തന്നെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.